10ാം ക്ലാസ്സോ പാർട്ടി ക്ലാസ്സോ കുട്ടികൾ പഠിക്കേണ്ടത് രാഷ്ട്രീയ ആശയങ്ങളോ? CPM രാഷ്ട്രീയ ആശയങ്ങൾ കുത്തിനിറച്ച് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം ഗവർണർ പദവിക്കെതിരായ പരാമർശങ്ങളും പാഠപുസ്തകത്തിലുണ്ട്. ഇതര രാഷ്ട്രീയ പാർട്ടികളോട് വിദ്വേഷം തോന്നാവുന്ന പരാമർശങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തി. ഖാലിസ്ഥാനും കശ്മീർ ജിഹാദികൾക്കും സ്കൂൾ പാഠപുസ്തകത്തിൽ തലോടലും കാണാം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, നമ്മുടെ കുട്ടികളെ നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അതാണ് കുട്ടികൾ പിന്നീട് കുട്ടികളിൽ പ്രതിഫലിക്കുന്നത്. ഇവിടെ CPM ആശയങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുകയാണ്. ഗവർണർ പദവിക്കെതിരായ പരാമർശങ്ങളടക്കം ഈ പാഠപുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രജിത്ത്, ജിഹാദികളെ അടക്കം തലോടിക്കൊണ്ടുള്ള പരാമർശങ്ങൾ എങ്ങനെ നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്താം? രാഖി, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഗവർണറുടെ അധികാരമെന്ത്, അധികാര പരിധി എന്തെന്നുള്ളത് ഭരണഘടനാപരമായി സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് പഠിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ മറവിൽ ചില രാഷ്ട്രീയ പരാമർശങ്ങൾ സ്കൂൾ പാഠപുസ്തകത്തിലെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ 2ാം ഭാഗത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ചില പരാമർശങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഒന്ന്, കേന്ദ്ര സർക്കാർ ഗവർണർമാർ മുഖേന സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നു. കേന്ദ്ര പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലർത്തുന്നു. ഗവർണർമാരുടെ പങ്ക് എല്ലാ കാലത്തും വിവാദ വിഷയം. ഗവർണർ സംസ്ഥാനത്തിൻ്റെ നാമമാത്ര തലവനാണ്. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം വിവാദ വകുപ്പാണ്. അതായത് ഭരണഘടനാപരമായി ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഭരണഘടനയിൽ ഇല്ലാത്ത പരാമർശങ്ങൾ പോലും ഈ പാഠപുസ്തകത്തിൽ ചില രാഷ്ട്രീയ പരാമർശങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്കൂൾ പാഠപുസ്തകത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന ചോദ്യം. രാഷ്ട്രപതിക്ക് ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള അധികാരം നൽകുന്നത് ഭരണഘടനയാണ്. അത് വിവാദ വകുപ്പാണ് എന്ന് പറയുന്നത് എങ്ങനെ സ്കൂൾ പാഠപുസ്തകത്തിൻ്റെ ഒരു ഔദ്യോഗിക ഭാഷ്യമായി ഒരു സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് അവിടുത്തെ മറ്റൊരു ചോദ്യം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, ദൈനംദിന രാഷ്ട്രീയ വിഷയങ്ങൾ ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള സംഭവങ്ങളിൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായതാണ്, അത് അടുത്ത കാലത്ത് സംഭവിച്ചതുമാണ്. അതിലെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് ഈ പറയുന്ന രീതിയിൽ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്ക് കാരണമാകുന്നത് എങ്ങനെയെന്നതിൽ കുറിപ്പ് തയ്യാറാക്കണം. അതായത് ഒരു രാഷ്ട്രീയ വിഷയത്തെ എടുത്ത് നിങ്ങളത് കുറിപ്പ് തയ്യാറാക്കി പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സംഘർഷങ്ങൾ, അതായത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച്, കേന്ദ്ര സംസ്ഥാന സംഘർഷങ്ങളെക്കുറിച്ച് 15 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പാനൽ ചർച്ച നടത്തണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ പാഠപുസ്തകത്തിലുണ്ട്. അതായത് രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ നിങ്ങൾ ഒരു ചർച്ച നടത്തുകയും അത് CPMന് അനുകൂലമായ ഒരു മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഈ നീക്കങ്ങൾ എന്നുള്ളത് തർക്കമില്ല. ഇപ്പോൾ അതോടൊപ്പം തന്നെയാണ് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ റിസോർട്ട് വിവാദങ്ങൾ അത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നിലപാടുകൾ എന്തൊക്കെയാണെന്ന് കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പലവിധമായ രാഷ്ട്രീയ ആരോപണങ്ങൾ CPMും കോൺഗ്രസും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. പലപ്പോഴും അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിരിക്കെയാണ് ആ വിഷയങ്ങളിൽ കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ആ രീതിയിലുള്ള ഇടപെടൽ വരുന്നത്. അതായത് ഗവർണർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളോട് ആണോ പാർട്ടി ക്ലാസ് ആണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലാണ് CPM ആശയങ്ങൾ കുത്തി നിറച്ചിരിക്കുന്നത്. ഗവർണർ പദവിക്കെതിരായ പരാമർശങ്ങളടക്കം ഈ പാഠപുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ്. ഖാലിസ്ഥാനും കശ്മീർ ജിഹാദികൾക്കും സ്കൂൾ പാഠപുസ്തകത്തിൽ തലോടലും നമുക്ക് കാണാം. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.